ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു കഴിഞ്ഞ 31-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ. ഇരു നാടുകളിൽ നിന്നെത്തിയ ഒരു ജനസഞ്ചയം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഒരു പദ്ധതി അവർക്ക് എത്ര ആവശ്യമാണെന്ന്. ആ നാടിനെ സാക്ഷി നിർത്തി കേരളത്തിന്റെ വികസന നായകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ സ്വപ്ന പദ്ധതിക്ക് കല്ലിടുമ്പോൾ പതിറ്റാണ്ടു പഴക്കമുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്ന അസുലഭ വേളയിലെ പ്രതീക്ഷ അവരുടെ ആ കണ്ണുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കണം. എന്താണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത? ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഇത് സുരക്ഷിതമാണോ? എല്ലാറ്റിനുമുപരി ഇത് നടപ്പിലാകുമോ? ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങളാണ് എല്ലാവരിലും അലയടിക്കുന്നത്. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇത് LDF സർക്കാരാണ്. 50 വർഷം കാത്തിരുന്നാലും സാധ്യമാകില്ലെന്ന് കരുതിയ പറഞ്ഞ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളം സാധ്യമാക്കിയത്. കേരളത്തിന്റെ സുസ്ഥിര വികസന മാതൃക, ആ മാതൃകയുടെ ദൃഷ്ടാന്തമായാണ് ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന വയനാട് തുരങ്കപാത. വയനാട്ടുകാർക്ക് ഈ തുരങ്കപാത കേവലം ഒരു വികസന പദ്ധതിയല്ല, വൈകാരികമായി നോക്കിക്കാണുന്ന പ്രതീക്ഷ തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജും അത്യാധുനിക സ്വകാര്യ ആശുപത്രികളും തന്നെയാണ് ഇന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വയനാട്ടുകാർക്ക് ആശ്രയം. റെയിൽവേ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകളും ഉന്നത പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും നിരന്തരം ചുരമിറങ്ങുന്നവരാണ് വയനാട്ടുകാർ. ബദൽ പാത എന്ന ഈ നാടിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പല കുറി തടവീണ പല പദ്ധതികൾക്കു മുമ്പിൽ മേപ്പാടി തുരങ്കപാത തുറക്കുന്നത് വികസന സ്വപ്നങ്ങളുടെ കവാടം കൂടിയാണ്. ഇത് തുരങ്കപാതയല്ല ആദ്യം ഉദ്ദേശിക്കുന്നത്, ബദൽ പാതയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 2006 വന്നു. അന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജൻ തോമസിന്റെ നേതൃത്വത്തിലൊരു യാത്ര, വനയാത്ര നമ്മൾ സംഘടിപ്പിച്ചെടുത്തു. ഇവിടേക്ക് വയനാട്ടിലേക്ക് ഒരു എളുപ്പവഴി സാധ്യതമാണോ എന്നുള്ള പരിശോധന നടത്തി. പക്ഷേ ആ വനയാത്രയോടുകൂടി ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടത് അത് സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടു. പിന്നീടാണ് ഈ തുരങ്കപാത എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഇവിടുത്തെ MLA-യും അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥനും അതുപോലെ ഇവിടുത്തെ ബിഷപ്പ്, നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള ജോസ് മാത്യു, ഇവർ 4 പേരും പോയിട്ടാണ് ആദ്യമായി മുഖ്യമന്ത്രിയെ കാണുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിൻ്റെ തുടക്കമായത്. ആ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ പിടിച്ചിട്ടാണ് പിന്നീട് തുരങ്കപാത എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഈ വലിയ സംവിധാനത്തിൽ മാറി എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഈ തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134.5 കോടി രൂപയാണ്. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ നിർവഹണ ഏജൻസി. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത്. ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട്. കൂടാതെ 90% സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. 2 പാക്കേജുകളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. പാലവും അപ്രോച്ച് റോഡും 1ാമത്തെ പാക്കേജിലും ടണൽ പാത നിർമ്മാണം 2ാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 വരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിൽ ഉണ്ടാകും. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. ചുരത്തിലുണ്ടാകുന്ന യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാകും. യാത്രാ ആവശ്യങ്ങൾ തന്നെയാണ് മുൻതൂക്കം. തുരങ്കപാത വരുന്നതോടെ
ഇരു ജില്ലകൾക്കുമിടയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സൗകര്യത്തോടെ യാത്ര ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താമരശ്ശേരി ചുരത്തിനപ്പുറം മറ്റൊരു യാത്രാപാത ഒരുങ്ങുന്നതോടെ വയനാട് ഇന്ന് നേരിടുന്ന ഗതാഗത അസൗകര്യങ്ങൾക്ക് വലിയ പരിഹാരമാണ് ഉണ്ടാവുക. ഗതാഗത സൗകര്യങ്ങളിലെ ഈ കുതിപ്പ് കേവലം വയനാടിനും കോഴിക്കോടിനുമിടയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനം. ചരക്കു ഗതാഗതത്തിൽ നിർണായക സ്ഥാനം വഹിക്കാൻ തുരങ്കപാതയ്ക്ക് സാധ്യമാകും. വിഴിഞ്ഞം, വല്ലാർപാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി ഇത് മാറും. അനുബന്ധ പാതകൾ കൂടി വികസിച്ചാൽ ഉത്തരേന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിൽ ദൈർഘ്യക്കുറവുള്ള നിർണായക പാതയായി മാറാനും കഴിയും. വയനാട്ടിലെയും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലെയും കാർഷിക വിളകൾ, പ്രധാനമായും കാപ്പി, തേയില, വാഴ, കുരുമുളക്, ഏലം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ ചരക്ക് നീക്കത്തിലും വാണിജ്യ താൽപര്യങ്ങൾക്കും പാത മുതൽക്കൂട്ടാകും. ബംഗളൂരു, മൈസൂർ, കൊച്ചി വ്യവസായ ഇടനാഴിയിലെ സുപ്രധാനമായ വഴിത്തിരിവ് തന്നെയാകും ഈ തുരങ്കപാത. കോഴിക്കോട് ജില്ലയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും നിബിഡമായ ഈ വനം, ഇതിനകത്തുകൂടിയാണ് 8 കിലോമീറ്റർ ദൈർഘ്യത്തിൽ, നീളത്തിൽ ഇവിടെ നിന്ന് കോഴിക്കോടിൻ്റെ ഈ തിരുവമ്പാടി ഭാഗത്ത് നിന്ന് സഞ്ചരിച്ച് നേരെ കള്ളാടി മേപ്പാടിയിൽ ചെന്ന് വയനാട്ടിലെ മേപ്പാടിയിൽ പോകും. ഈ കാണുന്ന ഭാഗമായിരിക്കും തുരങ്കപാതയുടെ ഒരു കവാടം എന്ന് പറയുന്നത്. ഇങ്ങനെ വന്ന് പുല്ലൂരാംപാറയിലൂടെ വന്ന് ആനക്കാംപോയിലെത്തി, ആനക്കാംപോയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ ജേഷ് കാട്ടുന്ന ഈ ദൃശ്യങ്ങൾ, ഈ മലകൾക്കിടയിലൂടെയാണ് തുരങ്കപാത നിർമ്മിക്കുക. നോർവേയിലെ വിദഗ്ധ സംഘമൊക്കെ വന്ന് ഇത് കണ്ട് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച തുരങ്കപാതയ്ക്ക് പാകമായ അനുയോജ്യമായ സ്ഥലം എന്നാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തിയത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ടൂറിസം വികസനത്തിനും തുരങ്കപാത നിർണായകമാകും. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ 4 വർഷത്തിനുള്ളിൽ തുരങ്കപാത പൂർത്തിയായാൽ ടൂറിസം രംഗത്ത് കുതിച്ച ചാട്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. തുരങ്കപാതയുടെ ഇരുവശങ്ങളും പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിതയാൽ ആകർഷകമാണ്. ചെറുനീർച്ചാലുകളും പച്ച വിരിച്ച മലനിരകളും ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങളുമുള്ള പ്രദേശം. വയനാട്ടിലെയും കോഴിക്കോടിന്റെ മലയോരത്തെയും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുടെ സാമീപ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആകർഷണീയമേറിയ തുരങ്കപാത എന്ന രീതിയിൽ തന്നെ സന്ദർശകർ എത്തുമെന്നത് ഉറപ്പാണ്. നിർമ്മാണം. തുരങ്കപാതയുടെ നിർമ്മാണത്തിന് 4 വർഷമെടുക്കും. ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി നടക്കുക ഇരു ധ്രുവത്തിൽ നിന്നുമായിരിക്കും. വയനാട് ജില്ലയുടെ ഭാഗമായ മേൽപ്പാടിയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ ഭാഗത്തു നിന്നും ഒരേ സമയം തുരങ്കം നിർമ്മിക്കും. 2 വശത്തു നിന്നും തുറന്നു പോകുന്നതാണ് നിർമ്മാണ പദ്ധതി. മേപ്പാടിയിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കരാറുകാരുടെ ഓഫീസ് പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. മറിപ്പുഴ ഭാഗത്ത് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ പാലം പണിയേണ്ടതിനാലാണ് പ്രാരംഭ പ്രവൃത്തികൾ മേപ്പാടിയിൽ നിന്നാക്കിയത്. മറിപ്പുഴ ഭാഗത്ത് 1 മാസത്തിനകം തന്നെ താൽക്കാലിക പാലം പണിത് യന്ത്രസാമഗ്രികൾ എത്തിക്കുകയും ചെയ്യും. ഇവിടെ റോഡ് ഒരുക്കുന്ന പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. തുരങ്കപാത സുരക്ഷിതമാണോ? ഏത് കാലാവസ്ഥയിലും സുഗമമായ യാത്രാ സഞ്ചാര മാർഗം എന്നത് തന്നെയാണ് പാതയുടെ സവിശേഷത. താമരശ്ശേരി ചുരം റോഡിൽ അഭിമുഖീകരിക്കുന്നത് പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കില്ല. പശ്ചിമഘട്ടത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുന്നത്. വയനാട്ടിൽ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപോയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ബന്ധിപ്പിക്കുന്നത്. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുക. പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് തുരങ്കപാതയെന്ന് സ്ഥലം സന്ദർശിച്ച നോർവീജിയൻ വിദഗ്ധ സംഘം വിലയിരുത്തിയിരുന്നു. നോർവീജിയൻ ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഡൊമിനിക് ലാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2022 നവംബറിൽ സ്ഥലം സന്ദർശിച്ചത്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്കിടയിലെ യാത്ര സുഗമമാകുന്നതിനൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും വർദ്ധിപ്പിക്കും. മലയോര ഫാം ടൂറിസത്തിന്റെയും ഇക്കോ ടൂറിസത്തിന്റെയും വികസനത്തിന് തുരങ്കപാത വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പദ്ധതി ഒരിക്കലും നടപ്പിലാകില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും നോക്കി കണ്ടുകൊള്ളുക ഈ വികസനത്തെ.